ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وأحسن السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اتقوا الله عباد الله. സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരന്മാരെ, വിശ്വാസികളെ, പ്രപഞ്ചനാഥനായ അല്ലാഹുവിനെ സൂക്ഷിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ സമയത്തിലും സന്ദർഭത്തിലും സൂക്ഷിച്ചും പാലിച്ചും ജീവിക്കണേ എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു അവന്റെ സജ്ജനങ്ങളിൽ മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹിജ്റയുടെ 8ാം വർഷമാണ് മക്ക വിജയമുണ്ടായത്. പ്രവാചകനും സ്വഹാബിമാരും മക്കയിൽ നിന്ന് നാടുവിട്ടു പോയതിനു ശേഷം പൂർണ്ണ സ്വാതന്ത്ര്യത്തോടുകൂടി മക്കയിലേക്ക് തിരിച്ചു വരുന്നു. മക്കക്കാരായ സ്വഹാബത്തിനെ, പ്രവാചകനെ അട്ടിയോടിച്ചവർ മക്കയിലെ പല മലമുകളിലും പലരും അഭയം തേടിയിരിക്കുകയാണ്. മക്ക കീഴ്പ്പെടുത്തിയതിന്റെ വിജയകാഹളം മുഴക്കാൻ മക്കക്കാരുടെ ഏറ്റവും വലിയ പീഡനങ്ങൾക്ക് വിധേയനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ കൽപ്പിക്കുന്നു. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു കഅബാലയത്തിന്റെ മുകളിൽ കയറി ബാങ്ക് വിളിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. മക്കയിലെ ഗോത്ര വ്യവസ്ഥിതി എന്നത് വലിയ ദുരഭിമാനത്തിന്റെ ഒരു ഭാഗമായി ഗോത്രങ്ങളുടെ പേരിൽ അവർ കണ്ടിരുന്നു. മറ്റു ഗോത്രക്കാരെ അംഗീകരിക്കാത്തവർ, സാമ്പത്തികമായി താഴെ നിൽക്കുന്ന ആളുകളെ അവഗണിക്കുന്നവർ, ഒരടിമയായി ജീവിച്ച, അവരുടെ അടിമകളിൽ ഒരടിമയായി ജീവിച്ച മനുഷ്യന് നൽകുന്ന വില എന്തായിരിക്കും? എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാഴ്ചപ്പാടിനെ പൂർണ്ണമായും മാറ്റി എഴുതിയാണ് കാണാൻ ഒട്ടും ഭംഗിയില്ലാത്ത, കറുത്തവനായിരുന്ന, ഉയരം കുറഞ്ഞിരുന്ന, എന്നാൽ വിശ്വാസത്തിന്റെ മഹാത്മ്യവും മഹത്വവുമുള്ള ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകന്റെ കൂടെ മക്കയിലെ, മദീനയിലെ വലിയ സമ്പന്നന്മാരുണ്ട്. സുഹാബിമാരിലെ ഉന്നത കുല ഗോത്രത്തിൽ ജനിച്ച, ഉയർന്ന വലിയ ഗോത്രങ്ങളിൽ ജനിച്ച ആളുകളുണ്ട്. അവരെ എല്ലാം മാറ്റി നിർത്തി ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചാണ് വിജയകാഹളം മുഴക്കാൻ ആവശ്യപ്പെട്ടത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നിറത്തിന്റെയോ വർഗത്തിന്റെയോ വർണ്ണത്തിന്റെയോ ശരീരത്തിന്റെ രൂപവുമായി ബന്ധപ്പെട്ടോ ഏതെങ്കിലും ഒരു മനുഷ്യന് എന്തെങ്കിലും നിലക്കുള്ള ഒരു പ്രത്യേകത വകവച്ചു കൊടുക്കുക എന്നത് മതം പഠിപ്പിക്കുന്നില്ല. എല്ലാവരും ആദമിന്റെയും ഹവ്വയുടെയും റളിയല്ലാഹു അൻഹുമാ അലൈഹി വസ്സലാം
മക്കളാണ്. അതുകൊണ്ട് തന്നെ എല്ലാ മനുഷ്യരും തുല്യരാണ് എന്ന നയമാണ്, എന്ന വിശ്വാസമാണ് ഇസ്ലാമിന്റെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അറഫ പ്രസംഗം, വിടവാങ്ങൽ പ്രസംഗം എന്നൊക്കെ നമ്മൾ പറയാറുള്ള പ്രസംഗത്തിലെ വാചകങ്ങൾ പ്രസിദ്ധമാണല്ലോ. യാ അയ്യുഹന്നാസേ, മനുഷ്യരെ, അലാ ഇന്ന റബ്ബക്കും വാഹിദ്, നിങ്ങളുടെ റബ്ബ് ഒന്നാണ്. വ ഇന്ന അബാക്കും വാഹിദ്, നിങ്ങളുടെ വാപ്പ ഒന്നാണ്. നിങ്ങളിൽ കറുത്തവനുണ്ടാകാം, വെളുത്തവനുണ്ടാകാം, സമ്പന്നനുണ്ടാകാം, ദരിദ്രനുണ്ടാകാം, അടിമയുണ്ടാകാം, ഉടമയുണ്ടാകാം, നിങ്ങൾ പൗരസ്ത്യനോ പാശ്ചാത്യനോ ആകാം, നിങ്ങൾ അറബിയോ അനറബിയോ ആകാം, പക്ഷേ നിങ്ങളെല്ലാവരും ഒരു വാപ്പാന്റെ മക്കളാണ്. എത്ര ഉദാത്തമായ ഉന്നതമായ ഒരു ആശയമാണ് ഇസ്ലാം അതിലൂടെ പഠിപ്പിച്ചത്. അറബിക്ക് അനറബിയേക്കാൾ ഒരു ശ്രേഷ്ഠതയുമില്ല, അനറബിക്ക് അറബിയേക്കാൾ ഒരു ശ്രേഷ്ഠതയുമില്ല. കറുത്തവനേക്കാൾ വെളുത്തവനോ വെളുത്തവനേക്കാൾ കറുത്തവനോ യാതൊരു മഹത്വവുമില്ല. ഇല്ലാ ബിത്തഖ്വ, തഖ്വ കൊണ്ടല്ലാതെ, ഭക്തി കൊണ്ടല്ലാതെ. ആരാണോ അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്നത് അവന് മാത്രമാണ് അല്ലാഹുവിന്റെ അടുക്കൽ സ്ഥാനമുള്ളത്. അവിടെ നിറമോ അവിടെ മറ്റേതെങ്കിലും തരത്തിലുള്ള മാനദണ്ഡങ്ങളോ അല്ലാഹുവിന്റെ അടുക്കൽ ഉന്നത സ്ഥാനം ലഭിക്കാൻ, പ്രത്യേകത ലഭിക്കാൻ ഇല്ല എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. നോക്കി, ആ പ്രസംഗത്തിൽ പ്രവാചകൻ സ്വഹാബത്തിനോട് ചോദിക്കുന്നുണ്ട്, അയ്യൗം ഹാദാ, ഇതേതാണ് ദിവസം? ഖാലു യൗമുൽ ഹറാം, ഇത് പവിത്രമായ ദിനമാണ്. ദുൽഹിജ്ജയിലെ 9ാമത്തെ ദിവസം, അൽ ഹജ്ജു അറഫ എന്നാണ്, അറഫ ദിനമാണ്. ഏതാണ് ഈ മാസം? ഇത് പവിത്രമായ മാസമാണ്. ഏതാണ് ഈ നാട്? ഇത് പവിത്രമായ മക്കയുടെ മണ്ണാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഇന്നല്ലാഹ ഖദ് ഹറമ ബൈനക്കും, അല്ലാഹു നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയിരിക്കുന്നു, ദിമാഅക്കും വ അംവാലക്കും, നിങ്ങൾ പരസ്പരം രക്തം ചിന്താൻ പാടില്ല, നിങ്ങൾ മറ്റുള്ളവന്റെ സമ്പത്ത് കവർന്നെടുക്കാൻ പാടില്ല, നിങ്ങൾ മറ്റൊരാളുടെ അഭിമാനത്തിന് ക്ഷതം വരുത്താൻ പാടില്ല. അതേതുപോലെയാണ് കഹുറമത്തി യൗമിക്കും ഹാദാ ഫീ ശഹരിക്കും ഹാദാ ഫീ ബലദിക്കും ഹാദാ. ഒരു വിശ്വാസിയുടെ സമ്പത്ത്, ഒരു മനുഷ്യന്റെ അഭിമാനം, അത് ഈ നാടിന് എന്തുമാത്രം പവിത്രതയുണ്ടോ, ഈ ദിവസത്തിന് എന്തുമാത്രം പവിത്രതയുണ്ടോ, ഈ സമയത്തിന്, ഈ പ്രദേശത്തിന് എന്തുമാത്രം പവിത്രതയുണ്ടോ, ഈ നാടിന്, ഈ മാസത്തിന്, ഈ ദിവസത്തിന് എന്തു വലിയ പവിത്രതയുണ്ടോ, അതുപോലെ പവിത്രമാണ് നിങ്ങളുടെ അഭിമാനം. ഒരു മനുഷ്യനെ ഏതെങ്കിലും ഭൗതികമായ ഒരു വേർതിരിവിന്റെ, ഏതെങ്കിലും ഒരു ഭൗതികമായ വിവേചനത്തിന്റെ പേരിൽ ഒരു മനുഷ്യന്റെ അഭിമാനത്തിൽ തൊടാൻ മതം അനുവദിക്കുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നോക്കൂ, എന്തിനാണ് മനുഷ്യൻ ഗോത്രങ്ങളായത്, കുടുംബങ്ങളായത്? എന്തിനാണ് മനുഷ്യൻ വിവിധ രാജ്യങ്ങളിലായത്? പരസ്പരം തിരിച്ചറിയാനുള്ള ഒരു അഡ്രസ്സാണ്. എനിക്കൊരു വീട്ടുപേരുണ്ടെങ്കിൽ അതെനിക്ക് ദുരഭിമാനം നടിക്കാനുള്ളതല്ല. എന്റെ പേര് പറയുമ്പോ അയാൾ ഏതാണ്, എന്നെ പോലുള്ള പേരുള്ള വേറെ ആളുണ്ടാവും, അയാൾ ഇന്ന വീട്ടിലെ, ഇന്ന കുടുംബത്തിലെ, ഇന്ന ആളുടെ മകൻ എന്ന് പറഞ്ഞു പരിചയപ്പെടുത്താൻ മാത്രം. സൂറത്തു ഹുജറാത്തിലെ 13ാമത്തെ ആയത്ത്, യാ അയ്യുഹന്നാസ് ഇന്ന ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ വജഅൽനാകും ശുഊബൻ വഖബാഇല ലിതആറഫു. നിങ്ങളെ ഗോത്രങ്ങളാക്കിയത്, നിങ്ങളെ വിവിധ ജനതകളാക്കി തിരിച്ചത് നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്. ദുരഭിമാനം പഠിക്കാനോ, മറ്റുള്ളവനെ കുത്തിപ്പറയാനോ, വേറൊരാളെ ഇകഴ്ത്തി കാണിക്കാനോ അല്ല എന്ന് അള്ളാഹുവിന്റെ കലാം വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നു. നോക്കൂ, പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഉണ്ടായ, പ്രവാചകൻ പറഞ്ഞൊരു ഹദീസ് നമുക്ക് വളരെ പ്രസിദ്ധമാണ്. മുഹമ്മദിന്റെ മകൾ ഫാത്തിമ കട്ടാലും അവളുടെ കൈ ഞാൻ വെട്ടും, അവളുടെ കൈ ഞാൻ മുറിച്ചു കളയും. ആ ഹദീസ് പറയാനൊരു സാഹചര്യമുണ്ട്. ഖുറൈശികളിലെ ഒരു സ്ത്രീ, അല്ല, മഖ്സൂമിയ ഗോത്രക്കാരിയായ ഒരു സ്ത്രീ, ഖുറൈശികളിൽപ്പെട്ട മഖ്സൂമിയയിൽപ്പെട്ട ഒരു സ്ത്രീ മോഷണം നടത്തി. അപ്പൊ അവര് പറഞ്ഞു, മനിയുക്കല്ലിമു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, ആരാണ് പ്രവാചകനോട് ഇവളുടെ കാര്യം ഒന്ന് സംസാരിക്കുക? പ്രവാചകൻ ഹദ് നടപ്പിലാക്കും, ശിക്ഷാവിധി നടപ്പിലാക്കും.
അതുകൊണ്ട് എന്ത് വേണം? അള്ളാന്റെ റസൂലിനോട് പോയിട്ട് ഒരു ശഫാഅത്ത് നടത്തണം, ഒരു ശുപാർശ നടത്തണം, ഒരു റെക്കമെൻഡേഷൻ. ഇവളെ ഞങ്ങളുടെ കുടുംബത്തിൽ ഒരാൾ മോഷണം നടത്തി, ഒരു സ്ത്രീ മോഷണം നടത്തി, അവൾക്കെതിരെ ശിക്ഷാ നടപടി നടപ്പിലാക്കിയാൽ അത് വളരെ മോശമാണ്. ആരാണ് പറയുക? ഹിബ്ബ് ബിൻ ഹിബ്ബ്, പ്രവാചകന്റെ പ്രിയപ്പെട്ടവൻ എന്നറിയപ്പെടുന്ന ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ അതിനവർ ചുമതലപ്പെടുത്തി. ഫകല്ലമ റസൂലുള്ളാഹ്, അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ കാര്യം പറഞ്ഞു. ആ കുടുംബത്തിന് മോശമാണ്, അവൾക്കെതിരെ ശിക്ഷാ നടപടിയെടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അതശ്ഫഉ ഫി അദ്ദിൻ മിൻ ഹുദൂദില്ലാഹ്, അല്ലാഹുവിന്റെ ശിക്ഷാ നടപടിയുടെ കാര്യത്തിലാണോ നീ എന്നോട് ശുപാർശ ചെയ്യുന്നത്? സുമ്മ ഖാമ ഫഖതബ, പ്രവാചകൻ മിമ്പറിലേക്ക് കയറി നിന്നു. എന്നിട്ട് പ്രവാചകൻ സംസാരിച്ചു, പ്രസംഗിച്ചു. യാ അയ്യുഹന്നാസ്, ഏ മനുഷ്യരെ, ഇന്നമാ വല്ല മൻ ഖബലകും, നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾ പിഴച്ചുപോയി, അവർക്ക് മേൽ അല്ലാഹുവിന്റെ ശിക്ഷ ഇറങ്ങി. എന്താ കാരണം എന്നറിയോ? അന്നഹും കാനു ഇദാ സറഖ ശരീഫു തറഖൂഹു, അവരിലെ അറിയപ്പെട്ട പ്രഗൽഭരായ ആളുകൾ മോഷണം നടത്തിയാൽ അവരെ അവർ ഉപേക്ഷിക്കും, അവർ വിട്ടുകളയും, ശിക്ഷാ നടപടി എടുക്കില്ല. ഇദാ സറഖ അൽളഈഫ് ഫീഹിം അഖാമു അലൈഹിൽ ഹദ്ദ്, അവിടുത്തെ ഏതെങ്കിലും ഒരു ദുർബലരായ പാവപ്പെട്ട മനുഷ്യൻ ഒരു മോഷണം നടത്തിയാൽ, തെറ്റു ചെയ്താൽ അഖാമു അലൈഹിൽ ഹദ്ദ്, അവന്റെ ശിക്ഷാ നടപടി അവർ നടപ്പിലാക്കും. സമ്പന്നൻ നടത്തിയാലോ, പ്രമാണിമാർ നടത്തിയാലോ, ഉയർന്നവൻ ചെയ്താലോ അവനെ വെറുതെ വിടും. അവൻക്ക് ഈ നിയമങ്ങളൊന്നും ബാധകമല്ല, അതൊക്കെ പാവപ്പെട്ടവൻക്കുള്ള, നാട്ടിലേക്കുള്ളതാണ്. അതുകൊണ്ട് പ്രവാചകൻ പറയാണ്, ലൗ അന്ന ഫാത്തിമത ബിൻത മുഹമ്മദിൻ സറഖത് ലഖതഅ മുഹമ്മദുൻ യദഹാ, അല്ലാഹുവാണേ സത്യം, ഈ മുഹമ്മദിന്റെ മകൾ ഫാത്തിമ കണ്ടാലും അവളുടെ കൈ ഞാൻ വെട്ടിക്കളയും. ഇതാണ് ഇസ്ലാം. പ്രവാചകനോ പ്രവാചകന്റെ കുടുംബത്തിനോ ഖുറൈശികൾക്കോ മറ്റേതെങ്കിലും തറവാട്ടുകാർക്കോ ഗോത്രങ്ങൾക്കോ മതം ഒരു പ്രത്യേകത നൽകിയിട്ടില്ല. എല്ലാവരും തുല്യരാണ്, എല്ലാവരെയും ഒരുപോലെ കാണാനാണ് മതം പഠിപ്പിച്ചത്. നമുക്കൊരു മനുഷ്യൻ അല്ലാഹുവിന്റെ അടുക്കൽ ശ്രേഷ്ഠനാകുന്നത് എങ്ങനെയാണ്? അയാളുടെ ശാരീരിക പ്രഭാവം കൊണ്ടല്ല, അയാളുടെ ശരീരത്തിന്റെ സൗന്ദര്യം കൊണ്ടല്ല, അയാളുടെ തൊലിയുടെ നിറം കൊണ്ടല്ല, അയാളുടെ ശരീരത്തിന്റെ ആകാരവടിവ് കൊണ്ടല്ല, അയാളുടെ സമ്പത്തിന്റെ ആധിക്യം കൊണ്ടല്ല, മറിച്ച് തഖ്വ കൊണ്ടാണ്. നിങ്ങൾക്കറിയോ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്? അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പ്രവാചകൻ പറയാറുണ്ട്, മൻ അഹബ്ബ യഖറഅൽ ഖുർആന അള്ളൻ കമാ ഉൻസിൽ ഫൽയഖറഉഹു അലാ ഖിറാഅത്തി ഇബ്നു ഉമ്മി അബ്ദ്. അല്ലാഹു എങ്ങനെയാണോ ജിബ്രീലിലൂടെ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത്, അങ്ങനെ ഓതാൻ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവൻ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദിന്റെ ഖിറാഅത്ത് കേൾക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ നിസാ ഓതാൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് ആവശ്യപ്പെട്ടു. നബി, അങ്ങേക്കാണ് ഖുർആൻ അവതരിച്ചത്, ഞാൻ എന്തിനോതി തരണം? എനിക്കതൊന്ന് കേൾക്കാനാണ്. സഹാബത്ത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എങ്ങനെ അവതരിച്ചു എന്ന് കേൾക്കണമെങ്കിൽ ഇബ്നു മസ്ഊദിന്റെ ഖുർആൻ കേൾക്കണമെന്ന് പ്രവാചകൻ അങ്ങയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹത്തെ അറിയിച്ചു. ആരാ ഇബ്നു മസ്ഊദ് അറിയോ? ഒരു ആട്ടിടയനായിരുന്നു. 6ാമത്തെ ആളായിട്ടാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്ന് പറയാം. അദ്ദേഹം കുറിയ മനുഷ്യനായിരുന്നു, ഉയരക്കുറവുള്ള ആളായിരുന്നു, അദ്ദേഹം മെലിഞ്ഞ മനുഷ്യനായിരുന്നു. ഒരു വ്യക്തിയുടെ ശരീരം കൊണ്ട് അതൊരു അളവുകോലായി സ്വീകരിച്ചാൽ സമൂഹത്തിൽ ഏറ്റവും അവഗണിപ്പിക്കപ്പെടേണ്ട ഒരു മനുഷ്യൻ. ഒരിക്കൽ അറാഖു മരത്തിന്റെ മുകളിൽ കയറി അതിന്റെ കൊമ്പ് പൊട്ടിക്കുമ്പോ സഹാബത്ത് താഴെ നിന്ന് ചിരിച്ചു. നബി ചോദിച്ചു, നിങ്ങൾ എന്താണ് ചിരിക്കുന്നത്? അവര് പറഞ്ഞു, നിങ്ങള് നബിയെ ആ ഇബ്നു മസ്ഊദിന്റെ മെലിഞ്ഞ കണങ്കാലുകൾ കണ്ടില്ലേ, എങ്ങനെയാണ് ചിരി വരാതിരിക്കുക? ഒരു കാറ്റ് വന്ന ഇബ്നു മസ്ഊദ് പറന്നു പോകും. നബി പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? വല്ലദീ നഫ്സി ബിയദിഹി ലഹുമാ അസ്ഖല ഫിൽ മീസാൻ മിൻ ഉഹദ്. ഇബ്നു മസ്ഊദ്, അവന് ഇബ്നു മസ്ഊദിന് നാളെ മീസാനിൽ ഉഹദ് മലയേക്കാൾ ഭാരമുണ്ടാകും. 7 കിലോമീറ്ററിലധികം നീളമുള്ള 3 കിലോമീറ്ററോളം വീതിയുള്ള ഉഹദ് പർവ്വതത്തെക്കാൾ മനുഷ്യന്റെ നന്മതിന്മകൾ തൂക്കുന്ന മീസാനിൽ ഇബ്നു മസ്ഊദിന് ഭാരമുണ്ടാകും. അദ്ദേഹത്തിന്റെ വിജ്ഞാനമാണ്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനാണ്.
അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പിന്നെ നിങ്ങൾ 4 ആളിൽ നിന്നാണ് ഖുർആൻ പഠിക്കേണ്ടത്. 4 ആളുടെ പേരിങ്ങനെ എണ്ണി. ഒന്നാമത് എണ്ണിയത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്, മുആദ് ഇബ്നു ജബൽ, ഉബയ്യ് ഇബ്നു കഅബ് എന്നിങ്ങനെ എണ്ണിയപ്പോൾ ഒന്നാമത് എണ്ണിയത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനെയാണ്. അദ്ദേഹത്തിന്റെ ശരീരമാണെങ്കിൽ ഉയരം കുറഞ്ഞ് മെലിഞ്ഞ് അങ്ങനത്തെ ഒരു ശരീരം. അദ്ദേഹത്തിന്റെ സാമ്പത്തിക സ്ഥിതിയാണെങ്കിൽ ഖുറൈശികളുടെ ആട്ടിടയൻ. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മനുഷ്യൻ മഹത്വമുള്ളവനാകുന്നത് ശരീരം കൊണ്ടല്ല, അയാളുടെ ഇൽമു കൊണ്ടാണ്, അയാളുടെ തഖ്വ കൊണ്ടാണ്, അയാളുടെ ഈമാൻ കൊണ്ടാണ്. നോക്കൂ, വലീദ് ബിൻ അബ്ദുൽ മലിക് അദ്ദേഹം ഒരിക്കൽ കഅബയുടെ അടുത്ത് വന്നപ്പോ മക്കയിലെ മുഫ്തി എന്നറിയപ്പെട്ടിരുന്ന ഒരു മഹാനായ മനുഷ്യൻ അവിടെ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തെ കാത്തുനിന്നു ചില മതത്തിലെ സംശയങ്ങൾ ചോദിക്കാൻ വേണ്ടി. ആരാണ് വലീദ് ബിൻ അബ്ദുൽ മലിക് എന്നറിയാമോ? ഉമവിയ്യ ഭരണകൂടത്തിലെ ഇസ്ലാമിക രാജ്യത്തെ യൂറോപ്പിലേക്കും ആഫ്രിക്കൻ നാടുകളിലേക്കും ഇന്ത്യയിലേക്കും വരെ ഇസ്ലാമിക രാജ്യത്തെ വ്യാപിപ്പിച്ച വളരെ പ്രഗത്ഭനായ സിന്ധു ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ, സ്പെയിൻ ഉൾപ്പെടെയുള്ള, യൂറോപ്പിലെ സ്പെയിൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇസ്ലാമിക രാജ്യത്തിന്റെ വിശാലമായ രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്. അദ്ദേഹം വന്നിങ്ങനെ കാത്തു നിൽക്കും. ഈ മനുഷ്യന്റെ നമസ്കാരം കഴിയുന്നതുവരെ കാത്തു നിന്നു. അദ്ദേഹത്തിന്റെ മക്കൾ അദ്ദേഹത്തോട് ചോദിച്ചു, വഹാദാ റജുലുൻ കാന മംലൂകൻ, എന്തിനാണ് വാപ്പ ഇദ്ദേഹത്തെ കാത്തു നിൽക്കുന്നത്? ഇദ്ദേഹം മുമ്പൊരു അടിമയായ മനുഷ്യനായിരുന്നു. ഹുവ അസ്വദ്, അദ്ദേഹം കറുകറുത്ത ഒരു മനുഷ്യൻ. അദ്ദേഹം കാലിന് മുടന്തുള്ള, ഒരു കൈ പൊക്കാൻ കഴിയാത്ത, വേറെയും വിശദാംശങ്ങൾ നമുക്ക് കാണാൻ പറ്റും. എന്താണ്? അഅ്വർ, ഒറ്റക്കണ്ണുള്ള, പിന്നീട് ആ കണ്ണിന്റെ കാഴ്ചയും നഷ്ടപ്പെട്ടു. ഒരു കണ്ണിനെ കാഴ്ച ഉണ്ടായിരുന്നുള്ളൂ, ആ കാഴ്ചയും നഷ്ടപ്പെട്ടു. പിന്നെ അദ്ദേഹത്തിന്റെ മൂക്ക് പരന്നതാണ്, ഉയരം കുറഞ്ഞതാണ്, കറുകറുത്തൊരു മനുഷ്യനാണ്, നടക്കുമ്പോ മുടന്തുണ്ട്, മുമ്പടിമയായിരുന്നു. ഈ മനുഷ്യനെ കാത്ത് വിശാലമായ രാജ്യത്തിന്റെ ഭരണാധികാരിയായ അങ്ങെന്തിനാണ് ഇങ്ങനെ കാത്തു നിൽക്കുന്നത്? അദ്ദേഹം നിശബ്ദനായി. കുറച്ചു കഴിഞ്ഞ് നമസ്കാരം കഴിഞ്ഞു. വലീദ് ഇബ്നു അബ്ദുൽ മലിക് അദ്ദേഹത്തോട് സംശയം ചോദിച്ചു. തിരിഞ്ഞു നോക്കാതെ മഹാനായ അതാ ഇബ്നു അബീ റബാഹ് എന്ന് പറയുന്ന മഹാനായ പണ്ഡിതൻ അതിന് മറുപടി പറഞ്ഞു. വീണ്ടും അദ്ദേഹം എഴുന്നേറ്റു, തന്റെ നമസ്കാരം തുടർന്നുവെന്ന. വലീദ് ഇബ്നു അബ്ദുൽ മലിക്കിന്റെ മനസ്സിലൊരു പ്രയാസം ഉണ്ടായിട്ടില്ല. അബ്ദുൽ മലിക് ബിൻ മർവാന്റെ, വലീദിന്റെ പിതാവായിരുന്ന അബ്ദുൽ മലിക് ബിൻ മർവാന്റെ വീട്ടിലേക്ക് ഒരിക്കൽ അതാ ഇബ്നു അബീ റബാഹ് എന്ന് പറയുന്ന മഹാനായ പണ്ഡിതൻ കടന്നു വരുന്നുണ്ട്. അദ്ദേഹം വരുമ്പോ അബ്ദുൽ മലിക് ബിൻ മർവാൻ വഹുവ ജാലിസുൻ അല സരീർ, തന്റെ രാജാവിന്റെ ഖലീഫയുടെ കട്ടിലിരിക്കുകയാണ്. വഹൗലഹുൽ അഷ്റാഫ്, രാജ്യസഭയിലെ പ്രഗത്ഭരായ, ഖലീഫയുടെ സദസ്സിലെ പ്രഗത്ഭരായ മന്ത്രിമാരും മറ്റെല്ലാവരുമുണ്ട്. എന്നാൽ അബ്ദുൽ മലിക് അതാ ഇബ്നു അബീ റബാഹിനെ കണ്ടപ്പോ അദ്ദേഹത്തിന്റെ കട്ടിലിലേക്ക്, കസേരയിലേക്ക് പിടിച്ചിരുത്തി. എന്നിട്ട് ചോദിച്ചു, യാ അബാ മുഹമ്മദ് മാ ഹാജതുക, നിങ്ങളുടെ ആവശ്യമെന്താ? യാ അമീറുൽ മുഅ്മിനീൻ, അദ്ദേഹം പറഞ്ഞു, ഏ ഭരണാധികാരി, ഇത്തഖില്ലാഹ ഫീ ഹറമില്ലാഹ് വഹറമ റസൂലിഹി വഹറമി റസൂലിഹി, നിങ്ങൾ മക്കയിലെ ഹറമിനെ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. നിങ്ങൾ മദീനയിലെ ഹറമിനെ, മസ്ജിദുൻ നബവിയെ ശ്രദ്ധിക്കണം. അതിന്റെ പരിപാലനത്തിന് നിങ്ങൾ ശ്രദ്ധ കൊടുക്കണം. ഇത്തഖില്ലാഹ ഫീ ഔലാദിൽ മുഹാജിരീന വൽ അൻസാർ, ഈ മക്കയിലും മദീനയിലും ജീവിക്കുന്നത് പ്രവാചകന്റെ സ്വഹാബിമാരായ മുഹാജിറുകളും അൻസാറുകളുമാണ്. അവരുടെ മക്കളുടെ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഈ രാജ്യത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ ഇവിടുത്തെ ജനങ്ങളുടെ സുരക്ഷിതത്വത്തിനു വേണ്ടി പാറാവ് നിൽക്കുന്ന, കാവൽ നിൽക്കുന്ന സൈനികരുടെ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. പിന്നെയോ, നിങ്ങളുടെ ഈ രാജകൊട്ടാരത്തിന്റെ ഈ വാതിലുണ്ടല്ലോ, അതൊരിക്കലും ഒരു കാര്യം ആവശ്യപ്പെട്ടു വരുന്ന ആളുകൾക്ക് മുന്നിൽ നിങ്ങൾ ഒരിക്കലും തുറന്നിടാൻ പാടില്ല. അത് പറഞ്ഞ് അദ്ദേഹം എഴുന്നേറ്റു. അദ്ദേഹം പോകാൻ ഇറങ്ങിയപ്പോ അബ്ദുൽ മലിക് ബിൻ മർവാൻ വീണ്ടും ചോദിച്ചു, യാ അബാ മുഹമ്മദ് ഇന്നമാ സഅൽതനാ ഹവായിജ ഗൈറക, നിങ്ങൾ ഞങ്ങളോട് ചോദിച്ചത് സൈനികരുടെ ആവശ്യങ്ങളാണ്, മുഹാജിറുകളുടെ അൻസാറുകളുടെ മക്കളുടെ ആവശ്യമാണ്, ഹറമിനെ കുറിച്ചാണ്. മാ ഹാജതു, നിങ്ങളുടെ ആവശ്യമുണ്ട്.
അദ്ദേഹം പറഞ്ഞു, മാലി ഇലാ മഖ്ലൂഖിൻ ഹാജ, എനിക്ക് ഒരു സൃഷ്ടിയോട് ഒരാവശ്യവും പറയാനില്ല. എനിക്ക് പറയാനുള്ള ആവശ്യങ്ങളെല്ലാം സൃഷ്ടാവിനോട്. ചെറിയ കുട്ടിയായിരിക്കെ 200 സ്വഹാബിമാരിൽ നിന്ന് ദീനു പഠിച്ച, 200 സ്വഹാബിമാരെ കണ്ട് ദീനു പഠിച്ച താബികളിലെ പ്രഗത്ഭനായ പണ്ഡിതനാണ്. ലോകത്ത് തഫ്സീറുകൾ എടുത്തു പരിശോധിച്ചാൽ മുഫസ്സിറുകൾ, താബികളിൽപ്പെട്ട മുഫസ്സിറുകളെ കുറിച്ച് മുഫസ്സിറുകൾ ഇങ്ങനെ ഉദ്ധരിക്കും. മുജാഹിദും ഈ ആയത്തിന് എന്ന വിശദീകരണമാണ് പറഞ്ഞത്, ഖത്താദ ഈ വിശദീകരണമാണ് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയും. ഇക്രിമ ഇന്ന വിശദീകരണം. താബികളിലെ പ്രഗത്ഭരായ ഖുർആൻ വ്യാഖ്യാതാക്കളാണ് ഇവരൊക്കെ. ഈ അതാ ഇബ്നു അബി റബാഹ് റഹിമഹുള്ളയുടെ വിദ്യാർത്ഥികളായിരുന്നു. പ്രവാചകൻ അല്ലാഹുമ്മ ഫഖ്ഹിഹു ഫിദ്ദീൻ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് പ്രാർത്ഥിച്ച ഒരു ഖുർആൻ വ്യാഖ്യാതാവുണ്ട് സ്വഹാബിമാരിൽ. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ചരിത്രം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഹിബ്റുൽ ഉമ്മ എന്നാണ് വിളിക്കുക, റഈസുൽ മുഫസ്സിരീൻ എന്നാണ് വിളിക്കുക, ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവ്. ആ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അതാ ഇബ്നു അബി റബാഹ് റളിയല്ലാഹു റഹിമഹുള്ളയെ കുറിച്ച് പറഞ്ഞെന്തറിയോ? നിങ്ങൾ എന്റെ അടുത്തേക്ക് മക്കയിൽ നിന്ന് വന്ന് സംശയം ചോദിക്കുന്നു, വഇൻദകും അതാ, നിങ്ങളുടെ അടുത്ത് അതാ ഇല്ലേ എന്ന്. ചില കാലങ്ങളിൽ ഒരു പ്രത്യേക സമയത്ത് രാജാവ്, ഭരണാധികാരി, ഖലീഫ ഉത്തരവിട്ടിരുന്നു, ഹജ്ജിന്റെ കാര്യത്തിൽ അതാ അല്ലാത്ത ഒരാളും ഫത്വ കൊടുക്കാൻ പാടില്ല. ഈ അതാ ചെറിയ കുട്ടിയായിരിക്കെ അദ്ദേഹത്തിന്റെ വലുപ്പക്കുറവ് കൊണ്ട്, അദ്ദേഹത്തിന്റെ ശാരീരികമായ പലതരത്തിലുള്ള പരിമിതികൾ കൊണ്ട് ആളുകൾ അവഗണിച്ചപ്പോ അദ്ദേഹത്തിന്റെ ഉമ്മ പറഞ്ഞു, മോനെ നീ ദീനു പഠിക്കുക, നീ ദീനു പഠിക്കുക. ദീനു പഠിച്ച അതാ റഹിമഹുള്ള ലോകത്തിന്റെ നെറുകയിലെത്തി. ഇന്ന് നമ്മളിവിടെ അദ്ദേഹത്തെ കുറിച്ച് സംസാരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പേരുകൾക്കും റഹിമഹുള്ള റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് അല്ലാഹു അദ്ദേഹത്തിന് കരുണ ചെയ്യട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഈ പട്ടാമ്പിയിലെ ഒരു പള്ളിയിൽ മാത്രമല്ല, ലോകത്ത് അനേകായിരം ലക്ഷക്കണക്കിന് പള്ളികളിൽ, വൈജ്ഞാനിക സദസ്സുകളിൽ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥനകൾ ഉയരുകയാണ്. അദ്ദേഹത്തെ ഭരണാധികാരി അബ്ദുൽ മലിക് വന്നിട്ട് പറഞ്ഞു, എന്റെ മക്കൾക്ക് ദീന് പഠിപ്പിക്കണം, നിങ്ങൾ ഖലീഫയുടെ കൊട്ടാരത്തിലേക്ക് വരണം. അദ്ദേഹം പറഞ്ഞു, ദീന് ഇങ്ങോട്ട് വരല്ല ചെയ്യാം, ദീൻ അന്വേഷിച്ച് അങ്ങോട്ട് പോകണം. ദീന് പഠിപ്പിക്കാൻ ഞാൻ അങ്ങോട്ട് വരേണ്ടവനല്ല, ദീന് പഠിക്കേണ്ടവർ എന്റെ അടുത്തേക്ക് എവിടെയാണോ ഉള്ളത് അവിടേക്ക് അങ്ങോട്ട് അന്വേഷിക്കുക. ഹറമിന് വന്ന ഞാൻ പഠിപ്പിച്ചു കൊടുക്കാം. നമ്മുടെ സഹോദരങ്ങളെ, മനുഷ്യന്റെ ശരീരമല്ല, മനുഷ്യന്റെ ആകാരമല്ല, മനുഷ്യന്റെ നിറമല്ല, മനുഷ്യന്റെ ഭൗതികമായ ഏതെങ്കിലും തരത്തിലുള്ള നേട്ടങ്ങളല്ല ഒരാളുടെ പദവി ഉയർത്തുന്നത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത് അയാളുടെ വിശ്വാസമാണ്, ഈമാനാണ്, തഖ്വയാണ്, ഇൽമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ നോക്കൂ, വളരെ സങ്കടകരമായ ഒരു വാർത്തക്ക് കാതോർത്തവരാണ് കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് നമ്മൾ. ശരിയാണോ എന്നറിയില്ല, വാർത്തകൾ നിരന്തരമായി കേൾക്കുന്നു. ഒരു പെൺകുട്ടി ഡിവോഴ്സ് ചെയ്യപ്പെട്ടു, അവൾ ആത്മഹത്യ ചെയ്തു. എന്തായിരുന്നു ത്വലാഖ് ചെല്ലപ്പെടാനുള്ള കാരണം? അവൾക്ക് നിറം പോരാ, അവൾ കറുത്തവളാണ് എന്ന് ഭർത്താവും ഭർത്താവിന്റെ വീട്ടുകാരും ആക്ഷേപിച്ചു. 19കാരിയായ ഞാൻ ഡിവോഴ്സ് ആയില്ലേ, ഇനി ഞാൻ എന്തിനു ജീവിക്കണമെന്ന് ചോദിച്ച് അവൾ ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ശരിയാണെന്നല്ല, ന്യായീകരണമില്ല. ഈ വാർത്തകളിൽ എത്ര കണ്ട് ശരിയുണ്ട് എന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക സമൂഹത്തിൽ നിന്ന് അത്തരം ഒരു പരാമർശമുണ്ടായാൽ അത് വളരെ അപമാനമാണ്. ഇസ്ലാം പഠിപ്പിക്കുന്ന മതം ഇതല്ല. അറിയോ, സഫിയ ബിൻതു ഹുയൈ പ്രവാചകന്റെ ഭാര്യമാരിൽ ഒരാളാണ്. ആയിഷ റളിയല്ലാഹു അൻഹ സഫിയ ബിൻതു ഹുയൈനെ കുറിച്ച് ഒരു വാചകം പറഞ്ഞു. എന്തറിയോ, അവൾ കുറിയവളാണ്, ഖസ്വീറയാണ്, ഉയരല്ലാത്തവളാണ് എന്ന് ആക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞ വാചകം കേട്ടപ്പോ പ്രവാചകൻ പറഞ്ഞ ഒരു മറുപടിയുണ്ട്, ലഖദ് ഖുൽതി കലിമ. ആയിഷ, നീ പറഞ്ഞ വാക്കുണ്ടല്ലോ, ലൗ മുസിയത് ബിമാഇൽ ബഹരി ലമസജ്തുഹു, അത് കടലിൽ കലക്കിയാൽ കടൽ മലിനമാകും. ഇതിന് ആ ഉയരം കുറഞ്ഞോളല്ലേ എന്ന ചോദ്യത്തിന് പ്രവാചകൻ പറഞ്ഞ മറുപടിയാണ്, അത് കടലിൽ കലക്കിയാൽ കടൽ മലിനമാകും. ഒറ്റ വാക്കിന്റെ ഗൗരവമാണ്. ഒരാളെയും നിറത്തിന്റെ പേരിൽ ആക്ഷേപിക്കാൻ പാടില്ല. അപ്പൊ ആൾക്കാരിങ്ങനെ ബോഡി ഷെയ്മിങ് ഭയങ്കര പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വരാറുണ്ട്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം 1400 കൊല്ലങ്ങൾക്കപ്പുറം ലോകത്തെ എല്ലാ മനുഷ്യരെയും, കറുത്തവനും വെളുത്തവനും ഉയരം കുറഞ്ഞവനും കൂടിയവനും യൂറോപ്യനും അമേരിക്കനും ആഫ്രിക്കനും ഇന്ത്യനും ഏഷ്യനും ഓസ്ട്രേലിയനും എല്ലാവരും അറബിയും അനറബിയും അല്ലാഹുവിന്റെ അടിമകളാണ്. ഇന്ന റബ്ബക്കും വാഹിദ് വഅബാകും വാഹിദ്. അതാണ് ഇസ്ലാമിന്റെ തത്വം എന്ന് പറയുന്നത്.
പുതിയ കാലം എന്താണ്? മതത്തെ വിമർശിക്കുന്നവർ, ദീനിനെ അവജ്ഞയോടുകൂടി കാണുന്നവർ, മതനിയമങ്ങളെ പുച്ഛിച്ചു തള്ളുന്നവർ, അല്ലേ, ചുണ്ട് ചുവന്നവർക്കേ സമൂഹത്തിൽ സ്ഥാനമാനങ്ങളുള്ളൂ എന്ന് സമൂഹത്തിൽ പറയാതെ പറയാൻ ശ്രമിക്കുകയാണ്. അല്ലേ, അതിനല്ലേ ചായ വെച്ച് നടക്കുന്നത്? എന്താ, ചുണ്ടിന് ചുവപ്പ് നിറമില്ലെങ്കിൽ അവൾ പോരാത്തവളാണ്. എന്തിനാ മുഖത്ത് പുട്ടിയടിച്ച് വിലയേറിയ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് പുറത്തിറങ്ങുന്നത് എന്തിനാ? വെളുത്ത നിറമില്ലാത്തവൻ സമൂഹത്തിൽ ജീവിക്കാൻ കൊള്ളാത്തവനാണ് എന്ന ഒരു തെറ്റായ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ഈ സമൂഹത്തിന് കൊടുക്കുന്നുണ്ട്. ഇന്നൊരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തപ്പോ അവരാണ് ഭയങ്കര ബോഡി ഷെയ്മിങ്ങിനെ കുറിച്ച് സംസാരിക്കുന്നത്. അല്ലേ, ചുണ്ട് ചുവക്കാത്തവനും മനുഷ്യനാണ്, നിറം കറുത്തുപോയവനും മനുഷ്യനാണ്, ഉയരം കുറഞ്ഞവരും മനുഷ്യരാണ്, കണ്ണിന് കാഴ്ചയില്ലാത്തവനും മനുഷ്യനാണ്, കാതിന് കേൾവിയില്ലാത്തവനും മനുഷ്യനാണ്, കൈയില്ലാത്തവനും കാലില്ലാത്തവനും മനുഷ്യനാണ്. ഇത് പഠിപ്പിച്ചത് ഇസ്ലാമാണ്. ഇസ്ലാമിക സമൂഹത്തിൽ പ്രവാചകൻ ജീവിച്ച് കാണിച്ചു കൊടുത്തതാണ്. ഒരു നടക്കാത്ത ഉട്ടോപ്യനാശയമല്ല മുഹമ്മദ് നബി ചെയ്തത്. പ്രവാചകനും പ്രവാചകന്റെ സമൂഹവും അത് കാണിച്ചു കൊടുത്തു. തെറ്റായ മെസ്സേജ് കൊടുക്കുന്നവർ, അവർ തന്നെ അതിനെതിരെ നടത്തുന്ന പ്രഖ്യാപനങ്ങൾ, അത് യാതൊരുവിധ ആത്മാർത്ഥതയുമില്ലാത്ത കാപട്യത്തിന്റെ വാക്കുകളാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. യഥാർത്ഥ സമത്വത്തിന്റെയും യഥാർത്ഥ തുല്യനീതിയുടെയും ആശയം ഇസ്ലാമിനകത്താണുള്ളത്. മതത്തിന്റെ നിയമങ്ങൾ പാലിക്കുന്നവർക്ക് അത് നടപ്പിലാക്കാൻ സാധിക്കും. ഇത് പറയുന്നത് എന്താ? 19 വയസ്സിൽ കല്യാണം കഴിഞ്ഞതാ പ്രശ്നം. ഇതിനെ കൂട്ടിക്കെട്ടുന്നത് എന്താണോ ചർച്ച ചെയ്യേണ്ടത് അത് ചർച്ച ചെയ്യാതിരിക്കും. ഒട്ടും ആവശ്യമില്ലാത്ത തങ്ങൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ചില അജണ്ടകൾ ഇതിന്റെ ഉള്ളിലൂടെ കടത്താൻ ശ്രമിക്കുന്നു. 18 വയസ്സായാൽ പെണ്ണിട്ടിക്ക എന്താ അത്ര ധൃതി? 19 വയസ്സായാൽ കെട്ടിച്ചുവിടാൻ എന്താ അത്ര ധൃതി? ഇതാണ് പ്രശ്നം എന്നാണ് പറയുന്നത്. അതാണോ പ്രശ്നം? അതാണോ പ്രശ്നം? ഒരാൾക്ക് 18 വയസ്സായാൽ വിവാഹം ചെയ്യണമെന്ന് ഒരു പെൺകുട്ടി ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്താ അതിൽ തെറ്റ്? പ്രശ്നം അതാണോ? ഇതേ വിവാഹം ഇത് പ്രശ്നമാണെന്ന് 21 കഴിയട്ടെ, 24 കഴിയട്ടെ, 25 കഴിയട്ടെ എന്ന് രക്ഷിതാക്കളെ ഉപദേശിക്കുന്ന ചില ഗുണദോഷിച്ച് നടക്കുന്ന ചില ഉപദേശികളുണ്ട്. അല്ലേ, അവരുടെ ഏതെങ്കിലും ഒരു കുട്ടി 14 വയസ്സുകാരി പ്രണയിച്ചാലോ, ഏതെങ്കിലും ഒരു കുട്ടിയായിട്ട് അഫയർ ആയാലോ ഇത് പ്രശ്നമല്ല, ഇത് പ്രണയം മഹത്വരമാണ്. 16കാരി ഒരുത്തന്റെ കൂടെ ഒളിച്ചോടിയാലോ അത് ഭയങ്കര മഹത്വമായ സംഭവമാണ്. 18 വയസ്സായ ഒരാൾ ലിവിംഗ് ടുഗദറിൽ ഏർപ്പെട്ടാലോ, കല്യാണമൊന്നും വേണ്ട, ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടവന്റെ കൂടെ വിവാഹരഹിത ജീവിതം നയിക്കാനാണോ, അതിനെ എല്ലാ മീഡിയകളും സപ്പോർട്ട് ചെയ്യും, അതിനെ എല്ലാ ആക്ടിവിസ്റ്റുകളും പ്രോത്സാഹിപ്പിക്കും. അപ്പോ ലിവിംഗ് ടുഗദർ പ്രശ്നമല്ല, പ്രേമം പ്രശ്നമല്ല, ഒളിച്ചോട്ടം പ്രശ്നമല്ല, പിന്നെ സ്വവർഗ വിവാഹം പ്രശ്നമല്ല. 19ഉം 18ഉം വയസ്സായ 2 പെൺകുട്ടികൾ കല്യാണം കഴിച്ചപ്പോ ആഘോഷിച്ചു. എന്നിട്ടോ 18 വയസ്സായ കല്യാണം കഴിച്ചാൽ മാത്രം പ്രശ്നം. ലക്ഷ്യം വേറെയാണ്, അജണ്ട വേറെയാണ്. എന്നിട്ട് യാതൊരു ബോധമില്ല നമ്മളൊക്കെ അതിൽ പോയി. ഈ ചതിക്കുഴിയിൽ നമ്മൾ പോയി. ആളുകളുടെ പക്വതയാണ് പരിഗണിക്കേണ്ടത്. അത് വേറെ വിഷയമാണ്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. പറഞ്ഞത് ഇത്ര വേറൊരു വിഷയം ചർച്ച ചെയ്യേണ്ട സന്ദർഭത്തിൽ അതിന്റെ ഇടയിലൂടെ തങ്ങളുടെ സ്വന്തമായ അജണ്ട കടത്തിക്കയറ്റുന്നവരെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സഹോദരങ്ങളെ, ഒരു നിലക്കും ഒരു മനുഷ്യനെയും ഏതെങ്കിലും തരത്തിൽ അയാളുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു പരിമിതി വെച്ചുകൊണ്ട് ആക്ഷേപിക്കാൻ പാടില്ല. മനുഷ്യർ തുല്യരാണ്. നോക്കി, പ്രവാചകൻ പറഞ്ഞു, മനുഷ്യരിൽ 2 വിഭാഗമുണ്ട്, അവരിൽ കുഫ്റുണ്ട്. ഇസ്ലാം ഉപയോഗിക്കുന്ന ഏറ്റവും ഗൗരവമുള്ള വാക്കാണ് കുഫർ. ആരാണ് 2 ആളുകൾ എന്നറിയോ? തറവാടിന്റെ പേരിൽ കുത്തിപ്പറയുന്നതിലും മയ്യിത്തിന്റെ പേരിൽ വാവിട്ടു കരയുന്നതിലും. മരിച്ചാൽ സങ്കടം ഉണ്ടാവും, കരയും, കണ്ണിൽ നിന്ന് കണ്ണീര് വരും. പ്രവാചകന്റെ മകൻ ഇബ്രാഹിം മരിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നു. നബി അങ്ങും കരയാണോ? അള്ളാഹു ഒരു അടിമയുടെ ഹൃദയത്തിൽ ഇട്ടുകൊടുക്കുന്ന കാരുണ്യമാണ്. പക്ഷേ വാവിട്ട് നെഞ്ചത്തടിച്ചു കരയുന്നത്, ഉറക്ക ശബ്ദമുണ്ടാക്കി കരയുന്നത് മതം നിരോധിച്ചതാണ്. തറവാടിന്റെ പേരിൽ കുത്തിപ്പറയുന്നത്, ആ വീട്ടുകാരനല്ലേ, ആ കുടുംബക്കാരനല്ലേ, ആ തറവാട്ടുകാരനല്ലേ
എന്ന് പറയുന്നത് കുഫ്റാണ്. ഇസ്ലാം എന്ന് പുറത്തോടെ കുഫ്റാണ് തന്നെ, ഗൗരവമുള്ള തിന്മയാണ്. നബി പറഞ്ഞു 2 കാര്യം ഞാൻ നിരോധിച്ചു, പക്ഷെ എന്നാലും എന്റെ സമുദായം അത് തുടരും. ഈ 2 കാര്യം, മയ്യത്തിന്റെ മേൽ വാവിട്ടു കരയിലും അതുപോലെ തന്നെ എന്താ പറയാ തറവാടിന്റെ പേരിൽ കുത്തി പറയലും. അതുകൊണ്ട് കുടുംബത്തിന്റെ പേരിലോ നിറത്തിന്റെ പേരിലോ മറ്റേതെങ്കിലും വംശത്തിന്റെ പേരിലോ രാജ്യത്തിന്റെ പേരിലോ ഭാഷയുടെ പേരിലോ ദേശത്തിന്റെ പേരിലോ ഒരു വിവേചനവും മതം അനുവദിക്കുന്നില്ല. ബോഡി ഷെയ്മിംഗ് എന്നുള്ളത് ശരീരത്തിന്റെ പരിമിതികൾ പറഞ്ഞ് ഒരാളെ ആക്ഷേപിക്കുക എന്നുള്ളത് ഇസ്ലാം അതീവ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത്. അത്തരം കാര്യങ്ങൾ പഠിച്ചതനുസരിച്ച് ജീവിക്കുവാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരന്മാരെ, വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ സമയത്തിലും സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു അവന്റെ സജ്ജനങ്ങളിൽ മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആദ്യം വന്ന ആളുകൾ ആദ്യത്തെ സഫുകൾ ക്രമീകരിച്ചിരിക്കുകയാണെങ്കിൽ പിന്നീട് വരുന്ന ആളുകൾക്ക് ഇരിക്കാൻ അതൊരു സൗകര്യമായിരിക്കും. പരമാവധി മുന്നിലെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതൊന്ന് കയറി ഫില്ല് ചെയ്തിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വൈകി വരുന്ന ആളുകൾ ജുമായയുടെ പൂർണ്ണമായ പ്രതിഫലം ലഭിക്കാൻ ഖതീബ് മിമ്പറിൽ കയറുന്നതിന് മുമ്പ് എത്തണമെന്നതാണ് ഇസ്ലാമിലെ നിയമം. അത് പാലിക്കാൻ ശ്രദ്ധിക്കണം. ആഴ്ചയിൽ ഒരു ദിവസം ഈ സമയം ജുമാഅക്കുള്ളതാണ്, നിർബന്ധ ആരാധനയാണ്, വീഴ്ച വരുത്താൻ പാടില്ലാത്ത ആരാധനയാണ്. അതുകൊണ്ട് തന്നെ സമയം പാലിച്ചെത്താൻ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഒരിക്കൽ പ്രവാചകൻ പറഞ്ഞൊരു വാചകം കൂടി ചേർത്ത് വെച്ച വിഷയം അവസാനിപ്പിക്കാം. ഒരു മനുഷ്യൻ കഴിക്കുന്ന ഏറ്റവും മോശമായ ഭക്ഷണം ഏതായിരിക്കും? ഒരു മനുഷ്യൻ കഴിക്കുന്ന ഏറ്റവും മോശമായ ഭക്ഷണം, നമുക്ക് കുറെ ഉത്തരം ഉണ്ടാവും നമ്മുടെ മനസ്സിൽ. പ്രവാചകൻ പറഞ്ഞെന്നറിയും, സമ്പന്നന്മാരെ മാത്രം ക്ഷണിക്കുകയും പാവപ്പെട്ടവർ ക്ഷണിക്കപ്പെടാതിരിക്കുകയും ചെയ്യുന്ന ഭക്ഷണമാണ് ഒരു സദ്യയിലെ, ഒരു വിരുന്നിലെ, വലീമയിലെ ഏറ്റവും മോശം ഭക്ഷണം. പിന്നെ പന്തിയിൽ 2 സദ്യ വിളമ്പുക എന്നുള്ളൊരു പ്രയോഗം നമ്മുടെ നാട്ടിലുണ്ട്. രണ്ട് തരം ഭക്ഷണം വിളമ്പുക. അതിനൊക്കെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് എല്ലാവർക്കും ഒരേ ഭക്ഷണം, എല്ലാവരും ക്ഷണിക്കപ്പെടണം. പ്രത്യേകിച്ച് മതത്തിൽ വലീമകളും ഉളുഹിയ്യത്തും അഖീഖത്തിന്റെ ഒക്കെ ഒരു ഭാഗം പാവപ്പെട്ടവർക്കുള്ളത്. അവ തന്റെ സ്റ്റാറ്റസിനനുസരിച്ച്, തന്റെ പദവിക്കനുസരിച്ച്, തന്റെ സാമ്പത്തികമായ സാഹചര്യത്തിനനുസരിച്ചുള്ള ആളുകൾ മാത്രം ക്ഷണിക്കപ്പെടുന്ന ഭക്ഷണത്തെ പറഞ്ഞത് അത് ശർറു ത്വആമുകളിൽ ശർറ, ഏറ്റവും മോശം ഭക്ഷണം. അവിടെ പോലും ഒരു വിവേചനത്തെ മതം പഠിപ്പിച്ചിട്ടില്ല. എല്ലാവരെയും പരിഗണിക്കാനാണ്. ളുഅഫാകളെയും ദുർബലരെയും ബലഹീനരെയും പരിഗണിക്കാനാണ്. ഇസ്ലാം നോക്കൂ, അബൂ സുഫിയാനോട് റോമിലെ ചക്രവർത്തിയുടെ പിന്നെ പ്രതിനിധികൾ ചക്രവർത്തി ചോദിക്കുന്നുണ്ട്. എന്താണ്? ഹെർക്കൽ ചോദിക്കുന്നുണ്ട്, മുഹമ്മദിന്റെ കത്ത് കിട്ടി എനിക്ക്, ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട്. ഇതിനെ കുറിച്ച് കുറെ ചോദ്യങ്ങൾ ചോദിച്ചു. നമ്മൾ മുമ്പൊരിക്കൽ വിഷയത്തിലൂടെ പറഞ്ഞ ഒരു ചോദ്യം ഇതായിരുന്നു, മുഹമ്മദിനെ പിൻപറ്റുന്നത് സമൂഹത്തിലെ ളുഅഫാകളാണോ, അതുപോലെ തന്നെ പ്രമാണിമാരാണോ, ദുർബലരാണോ, പ്രമാണിമാരാണോ? അതിന് അബൂ സുഫിയാൻ എന്ന മുസ്ലിമായിട്ടില്ല. ഉഹദ് യുദ്ധത്തിൽ മുസ്ലിങ്ങളുടെ ശത്രു പക്ഷത്തെ സൈന്യാധിപനാണ്, നേതാവാണ് അബൂ സുഫിയാൻ. അതൊക്കെ കഴിഞ്ഞ് ഹുദൈബിയ സന്ധി കഴിഞ്ഞൊരു സമയമാണ്. അബൂ സുഫിയാൻ പറഞ്ഞ മറുപടി, മുഹമ്മദിനെ കൂടുതലും പിൻപറ്റുന്നത് സമൂഹത്തിൽ അധസ്ഥിത വിഭാഗങ്ങളാണ്, സാധാരണക്കാരാണ്, പാവപ്പെട്ട മനുഷ്യർ. അതിനെക്കുറിച്ച് പിന്നീട് ഹിർക്കൽ പറയുന്നുണ്ട്, ഇദ്ദേഹം ഒരു പ്രവാചകനായിരിക്കും. എല്ലാ കാലത്തും പ്രവാചകന്മാരങ്ങനെയാണ്, അവരാദ്യം പിന്തുടരുക സമൂഹത്തിൽ അധസ്ഥിത വിഭാഗങ്ങളായിരിക്കും. ഭൗതികമായി ഒന്നും നഷ്ടപ്പെടാനില്ലാത്തവരോ എന്ത് നഷ്ടപ്പെട്ടാലും എനിക്ക് പ്രശ്നമില്ല എന്ന് ചിന്തിക്കുന്നവർക്കോ മാത്രമാണ് സത്യത്തിന്റെ കൂടെ നിൽക്കാൻ സാധിക്കുക. സമ്പന്നന്മാർക്കും കഴിയും, പ്രമാണിമാർക്കും കഴിയും. ഞാൻ സത്യം സ്വീകരിച്ചതിന്റെ പേരിൽ എനിക്ക് എന്ത് നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്നതാണ്. അല്ലെങ്കിൽ ഒന്നും നഷ്ടപ്പെടാനില്ലാത്തവർ
അതുകൊണ്ട് ദീൻ എപ്പോഴും അങ്ങനത്തെ ആളുകളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്, കൂടെ നിർത്തിയിട്ടുണ്ട്. സഹോദരങ്ങളെ, എല്ലാവരെയും ഒരുപോലെ കാണാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഏതെങ്കിലും ഒരു വിവേചനത്തിന്റെ സ്വരം, ഒരു നോട്ടം, ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അല്ലാഹു അത്തരം ഒരു ജീവിതം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദീന് പഠിച്ചതനുസരിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ, സ്വാലിഹീങ്ങളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വന്നുപോയ പാപങ്ങളും തെറ്റുകളും കുറ്റങ്ങളും അല്ലാഹു നമുക്ക് പുറത്തു മാപ്പ് നൽകുമാറാകട്ടെ. പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന, പലതരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ആളുകളുടെ അല്ലാഹു എല്ലാവരുടെയും പ്രയാസങ്ങൾ തീർത്തു കൊടുക്കുമാറാകട്ടെ. പ്രാർത്ഥന കൊണ്ട് വസീയത്ത് ചെയ്ത ആശുപത്രി കിടക്കയിൽ കഴിയുന്ന 2 രോഗികൾ നമുക്ക് നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു അവർക്ക് 2 പേർക്കും ശിഫാഉൻ ആജിലിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. വളരെ വേഗത്തിൽ രോഗശമനം നൽകി പൂർണ്ണ ആരോഗ്യവാന്മാരായി നമ്മളിലേക്ക് തിരിച്ചു വരാൻ. നമ്മുടെ പള്ളിയിൽ ഉണ്ടാകാറുള്ളവരാണ്, നമ്മുടെ ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുക്കാറുള്ളവരാണ്. 2 പേർക്കും മുമ്പത്തേതുപോലെ നമ്മോടൊപ്പം ചേരാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, ആദർശ ബന്ധുക്കൾ, കുടുംബ ബന്ധുക്കൾ അല്ലാഹു എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ വഅദ്ഖിൽനൽ ജന്നത യാ റബ്ബൽ ആലമീൻ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم صل على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين.